നമുക്ക് ഒരു ദിവസം എന്നെ വിളിച്ചിട്ട്, അപ്പോൾ എൻ്റെ ചെറിയ ഫോണാണ്, വാട്സപ്പൊന്നും ഇല്ലാത്ത ഫോണാണ്. എനിക്കത് കൈകാര്യം ചെയ്യാനോ അല്ലെങ്കിൽ അതിലൊരുപാട് സമയം കളയാനോ ഇല്ലയെന്ന് വെച്ചിട്ട് ഞാൻ ശ്രമിക്കാതിരുന്നതാണ്. ഒരു ദിവസം നമുക്ക് അപ്പം എല്ലാവരും വിളിക്കുന്ന മോൻ്റെ ഫോണിൽ വിളിക്കും, വിശേഷം അന്വേഷിക്കും, തിരിച്ച് പറയും. അപ്പോൾ ഒരു ദിവസം എൻ്റെ അടുത്ത് ഫോൺ തോന്നിട്ട് വഴക്ക് പറഞ്ഞു. നമുക്ക് വല്ലതും പറയണമെങ്കിൽ തന്നെ കുട്ടിയിലെടുത്താണോ പറയാൻ, ഞങ്ങളെപ്പോലെയുള്ള തെറിയൊന്നും കേൾക്കണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അത് തുടങ്ങിയത്. അപ്പോൾ എന്നിട്ട് അത് എടുത്തന്നെ വിളിച്ച് പറയാൻ റെഡിയായിരുന്നു. അന്നേരമാണ് ഈ ശിരിഗാമിയുടെ കാര്യം, കുട്ടൻ്റെ ശിരിഗാമി, ജലധാര പമ്പ് സെറ്റിനെ കുറിച്ചൊക്കെ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് നേരത്തെ പറഞ്ഞത്, ഈ ചിലർ വലിയ ആവേശത്തോടെ സിനിമയും കഥയൊക്കെ പറഞ്ഞ് ആർട്ടിസ്റ്റുകളൊക്കെ വിളിക്കും. ഷൂട്ടിംഗ് തീരുമ്പോൾ അവരെല്ലാം നേടിയതുപോലെ അങ്ങ് തളർന്ന് ഇരുന്നേക്കും. ഇനി അവരുടെ ജോലിയല്ലാത്ത പോലെ പിന്നെ എന്തൊക്കെ അതിനെക്കുറിച്ച് ഊറ്റം കൊള്ളുന്നതല്ലാതെ തിയേറ്ററിൽ വരുന്നവരെ ഷൂട്ടിംഗ് കഴിഞ്ഞ ശേഷമാണ് ഇപ്പം പണിയുള്ളത്. അത് 100 കാര്യങ്ങളാണ് ജനങ്ങളിങ്ങനെ തിരക്കുടിച്ച് ഓടുന്നതിനിടയ്ക്ക് അവരുടെ ശ്രദ്ധ ക്ഷണിക്കുക എന്നുള്ള ഒരു വലിയ കാര്യമാണ്. അത്രയും സ്ട്രെയിൻ എടുക്കാൻ വയ്യ. അവർ പറഞ്ഞെന്തോ ചെയ്തു വെച്ച് മഹത്തര കാര്യം ഇനി എല്ലാവരും കണ്ടോളൂ എന്നുള്ളൊരു ധാരണ പ്രകാരമാണ് നമുക്ക് പറഞ്ഞ പോലെ ആ സിനിമകൾ പലരും എത്താതെ പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്ന, അത്രയും ഊർജ്ജമുള്ള, അങ്ങനെ സിനിമ അറിയാവുന്ന ജനങ്ങളെ ബഹുമാനിക്കുക എന്ന് തന്നെയാണ് പറയുന്നത്. അങ്ങനെയുള്ളവരുടെ കൂട്ടത്തിൽ ചേരുമ്പോഴാണ് നമുക്ക് ഒരു സമാധാനം.